ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. എനിക്കതിന് എവിടുന്നാ സമയം? പിന്നെ അഥവാ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാല് ഞാനൊരു സ്വാർത്ഥയാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് മെജോറിറ്റി ജോലിക്ക് പോണ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ജോലിക്ക് പോണ സ്ഥലത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനില്ലേ? ഇപ്പൊ ഈ എല്ലാ ജോലി തിരക്കിന്റെ ഇടയ്ക്ക് കറക്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉറക്കവും ആഹാരവും ഒക്കെ. ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ സ്റ്റാർട്ടിങ് തന്നെ, അതിന്റെ തുടക്കം തന്നെ ഈ കറക്റ്റ് ആയിട്ട് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാരും കഴിച്ചിട്ട് കഴിക്കാം എന്നൊക്കെ കരുതി വിശന്നിട്ടും ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ വെള്ളം കുടിക്കില്ല. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടക്കാതെ ആദ്യം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക, വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ എക്സർസൈസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. ഈ സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അതൊക്കെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതൊക്കെ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പോസിറ്റീവ് ഫീലും ഒരു പവറും ഒരു റെസ്പെക്റ്റും ഒക്കെ തോന്നും. അപ്പം നമുക്ക് നമ്മളോട് റെസ്പെക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ 5 മിനിറ്റ് എക്സർസൈസ് ചെയ്തു, നാളെയും ചെയ്തു, പക്ഷെ മറ്റന്നാൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല എങ്കിൽ പോലും ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആക്കി ചെയ്യാനായിട്ട് ഇരിക്കരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനൊക്കെ നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റൊട്ടീനിൽ നിന്ന് നമ്മൾ ഔട്ടാവും. അതുകൊണ്ട് അങ്ങനെ സ്വന്തമായിട്ട് കൂടി സമയം കണ്ടെത്താനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു വില തോന്നുള്ളൂ. ഓക്കെ, ഒരു നോർമൽ വിമൺ ആയിട്ട് എന്ന് വെച്ചാൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇനി അങ്ങനെയൊക്കെ ഉള്ള പരാതികളും എനിക്ക് ഇത്രയും ജോലികളുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെയുള്ള പരാതികളും ഒക്കെ ആയിട്ട് നിൽക്കാതെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ഈ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളൊരു റിയൽ ക്യൂനായിട്ട് മാറുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു റിയൽ ക്യൂനായിട്ട് ജീവിക്കൂ. ഓക്കെ, താങ്ക് യു.